ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനവ് എപ്പിസോഡ് നമ്പർ 58. എന്തുണ്ട്, നല്ല മഴയാണ്. നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഒരു മഴ പെയ്യുമ്പോൾ തന്നെ കറണ്ടും പോകുന്നുണ്ട്, ഡെയിലി വീഡിയോസ് ഇടാനും പറ്റുന്നില്ല. ഭയങ്കര ഷോക്കാട്ടോ. ഇപ്പം ഒറ്റ മഴ, ചെറുതായിട്ടൊന്ന് മഴ കണ്ടാൽ മതി, കറണ്ട് അങ്ങ് പോയി. പിന്നെ വരുന്ന 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞായിരിക്കും പിന്നെയും വരുന്നത്. അത് കഴിഞ്ഞാൽ അവിടെ ഒരു മഴ വരും, വീണ്ടും കറണ്ട് പോകും. അപ്പോൾ ഡെയിലി വീഡിയോ വരാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് മഴയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് 2 വീക്കായിട്ട് വീഡിയോസ് ഡെയിലി വരുന്നില്ല. സോ സോറി ഫോർ ദാറ്റ്. ഒരുപാട് വീഡിയോസ് പെൻഡിങ് ഉണ്ട് കേട്ടോ. എന്തായാലും ഇപ്പം തന്നെ സമയം 4 മണിക്കാണ് ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്തത്. ഇനിയിപ്പം രാത്രി വീഡിയോ ഇടാൻ ടൈമായി, ഇനി വേറെ പരിപാടിയൊന്നുമില്ല. അപ്പം ഫസ്റ്റായിട്ട് പറയാനുള്ളത്, ഒരുപാട് ഫോൺസ് ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടേ ഇല്ല, പക്ഷേ എല്ലാം ചെയ്യണം. ഓരോ ദിവസങ്ങളായിട്ട് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റായിട്ട് വന്നത് ഐക്യൂയുടെ നിയോ 10 എന്ന മോഡലാണ്. ഒരുപാട് വേരിയൻ്റ് ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 8GB തോന്നുന്നല്ല, 8GB 120 അല്ല 8GB അല്ല 8GB 128GB ഒക്കെ വന്നിട്ടുണ്ട്. ഈ 128GB എന്തിനാണ് ഇറക്കുന്നത്? ഇത്രയും നല്ല പെർഫോമൻസും പ്രോസറൊക്കെ വെച്ചുകൊണ്ട് ഈ 128GB വെറുതെ ഒരു പ്രൈസ് ഇത്രയും കുറഞ്ഞിട്ടാണെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ 128GB ഇറക്കുന്നത്. 3.1 സ്റ്റോറേജ് ടൈപ്പാണ് വരുന്നത്. 128GB ആയതുകൊണ്ട് തന്നെ 4.1 ഒന്നും കിട്ടത്തില്ല. അതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് എന്ന് പറയുന്നത് 32,000 റുപ്പീസാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഫർ പ്രൈസ് വരുന്നുണ്ട്. ഓഫറിലാണെങ്കിൽ 30K ഒക്കെ തന്നെ കിട്ടുന്നത്. 30,000 രൂപക്ക് ഓഫർ പ്രൈസ് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ 32,000 രൂപയാണ് 128GB വേരിയൻ്റെ പ്രൈസ്. ഇനി രണ്ടാമത്തെ വേരിയൻ്റ് ആണെങ്കിൽ 256GB 8GB 256GB വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 34,000 രൂപയാണ് ആ ഒരു പ്രൈസ് വരുന്നത്. അപ്പം എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സെക്കൻഡ് വേരിയൻ്റ് തൊട്ടെങ്കിലും എടുക്കാൻ നോക്കുക. ബേസ് മോഡൽ അവിടെ ഇല്ല എന്ന് വെച്ച് നിൽക്കാം. സ്റ്റാർട്ടിങ് പ്രൈസ് 34,000 രൂപയാണ്. അതായത് ഈ 256GB ആ രീതി മാത്രം നോക്കുക, മറ്റേത് വേണ്ട. അത് വെറുതെ ഒരു അവരുടെ ഫോൺ ഇത്രയും പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇറക്കി. അല്ലാതെ വേറെ ബ്രാൻഡ് ഇറക്കാറുണ്ട്, എന്നാൽ ഒട്ടുമിക്ക ബ്രാൻഡും അങ്ങനെ ഇപ്പോൾ കുറഞ്ഞു 128GB ഇറക്കുന്നത്. അപ്പം ഐക്യു മാത്രമാണ് ഇപ്പോഴും. ഇപ്പം ഐക്യു നിയോ 10R ഇറങ്ങിയ സമയത്തും ഈ 128GBയുടെ ആ ഒരു അതിപ്രസറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. വെറുതെ ചുമ്മാ അതാണെന്ന് നിങ്ങൾ മൈൻഡ് ആക്കിയേ വേണ്ട. ബാക്കിയുള്ള സ്പെക്കൊക്കെ അടിപൊളിയാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ഗെയിമിംഗ് ഓറിയൻ്റ് ആയിട്ടുള്ള ഫോൺ, ഒരു ഡൗട്ടും ഇല്ലാതെ പറയാം. പിന്നെ റിയൽമിയുടെ GT7 സീരീസ് ഇറങ്ങി. GT7ഉം GT7Tയും. GT7ൻ്റെ പ്രൈസ് വന്നിട്ട് 40,000 രൂപയാണ് സ്റ്റാർട്ടിങ് പ്രൈസ്. അതിൻ്റെ വേരിയൻ്റ് എന്ന് പറയുന്നത് 8GB 256GB ആണ്. അതിൻ്റെ പ്രൈസാണ് 40,000 രൂപ. പിന്നെ ഒരു 12GB റാം വേരിയൻ്റ് കൂടെ വരുന്നുണ്ട്. ഇതിലാണെങ്കിൽ ഡിമെൻസിറ്റഡ് 9400E എന്ന പ്രോസർ വരുന്നുണ്ട്. 2x ടെലിഫോട്ടോ ലെൻസൊക്കെ വരുന്നുണ്ട്. 7000 mAh ബാറ്ററി, 120W ഫാസ്റ്റ് ചാർജിങ്. അത്യാവശ്യം നല്ലൊരു ഫോണാണ്. അതുപോലെ തന്നെ GT7Tയും വന്നിട്ടുണ്ട്. അതാണെങ്കിൽ 8GB 256GB തന്നെയാണ് കൊടുത്തുള്ളത്. 128GB എന്നുള്ള ആ ഒരു ഐക്യു കൊടുക്കുന്ന ആ ഒരു വൃത്തിട്ട പരിപാടി റിയൽമി ഇവിടെ കൊടുത്തിട്ടില്ല. ബാക്കി സ്പെക്കൊക്കെ കുറവാണെങ്കിലും ആ പരിപാടി അവർ ഇവിടെ ഇല്ല. ഇതിൻ്റെ പ്രൈസ് 35,000 രൂപയാണ്. ആ ഒരു പ്രൈസിന് ഡിമെൻസിറ്റിയുടെ 8400 മാക്സ് എന്ന പ്രോസറാണ്. 8400 ആയിട്ട് വലിയ വ്യത്യാസമൊന്നും, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 7000 mAh ബാറ്ററി, 120W ഫാസ്റ്റ് ചാർജിങ് ഒക്കെ തന്നെ അതിലും വരുന്നുണ്ട്. ഇതിൻ്റെ ഓഫർ പ്രൈസാണ് 32,000 രൂപക്ക് ആ ഒരു ഫോണും കൂടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല മോഡലാണ്. ഞാൻ അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു കറണ്ട് ഇല്ലാത്തൊരു ഇഷ്യൂ കൊണ്ടാണ് എല്ലാം പെൻഡിങ് ആയിട്ടുള്ളത്. ഓരോ ദിവസമായിട്ട് ഓരോന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് മുമ്പേ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും കൂടെ ഫോളോ ചെയ്യാൻ, നമ്മളെല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട്, അങ്ങനെ തന്നെയല്ല പറയാറ്, എല്ലാ സമയത്ത് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം വഴി സ്റ്റോറീസിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയുള്ള ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഇൻസ്റ്റാഗ്രാമും കൂടെ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. ലിങ്കും കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ജസ്റ്റ് ഒന്ന് പോയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ഫോളോ ചെയ്യാം. പിന്നെ മീഡിയടെക് ലോഗോ ചെറുതായിട്ടൊന്ന് മാറ്റി. ചെറുതായിട്ടെന്ന് പറയുമ്പോൾ നല്ല വൃത്തിയുള്ള ലോഗോ മാറ്റിയിട്ട് വെറുതെ ഒരു M എന്നുള്ള ലോഗോ മാത്രം, അതായത് ഓൾറെഡി അവരുടെ ലോഗോയിലുണ്ടായ ആ ഒരു M എക്സാക്റ്റ് അത് മാത്രമായിട്ട് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. കാണാൻ വലിയ ഗുണമില്ല എന്നല്ല, മറ്റേ തന്നെയാണ് രസം. ഇനി വെറുതെ ചുമ്മാ രസമല്ലേ, ലോഗോ ഒക്കെ മാറ്റുന്ന രസമല്ലേ. അപ്പം അങ്ങനെ വെറുതെ അവർ മാറ്റിയെന്നേ ഉള്ളൂ. പിന്നെ ഗൂഗിൾ പിക്സൽ 10ൻ്റെ ഫസ്റ്റ് ലുക്ക് ലീക്കായി വന്നിട്ടുണ്ട്. വ്യത്യാസമൊന്നുമില്ല, ലീക്കായി വന്നത് പറയാനൊന്നുമില്ല. അതായത് ഓൾമോസ്റ്റ് അല്ല, ഓൾറെഡി ഉള്ളത് തന്നെയാണ്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ. എന്താണോ 9ഉം 8ഉം ഒക്കെ ഉണ്ടായത് ആ ഒരു ഇത് തന്നെ, ചെറുതായിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. അതൊന്നും നമുക്ക് ഇപ്പം കണ്ടാൽ തിരിയത്തില്ല. അപ്പം അതും ഈ ഒരു വർഷം വരാൻ വേണ്ടി പോകുന്ന ഫോണാണ്. പിന്നെ ഏസറിൻ്റെ ഒരു പുതിയ ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ കുറച്ച് കുറച്ച് ആഴ്ച മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം അവരതിൻ്റെ പ്രൈസ് ഒന്നും തന്നെ റിവീൽ ചെയ്യേ ഉണ്ടായിരുന്നില്ല. ഇപ്പം അതിൻ്റെ
സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ബേസ് മോഡൽ 4GB 128GB ആണ്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 999 ആയിട്ടാണ് വരുന്നത്. ഡിമെൻസിറ്റിയുടെ 6300 ചിപ്സെറ്റ് വരുന്നുണ്ട്. 5000 mAh ബാറ്ററി, 64 MB റിയർ ക്യാമറ ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള സ്പെക്ക്, അപാരമായിട്ടൊന്നുമില്ല, ഒരു ഡീസൻറ്റ് സ്പെക്കിൽ ഏസറിൻ്റെ ഒരു ഫോണാണ്. എടുക്കുന്നതിന് മുമ്പായിട്ട് റിവ്യൂസും കാര്യങ്ങളൊക്കെ തന്നെ പ്രോപ്പറായിട്ട് നോക്കിയിട്ട് മാത്രം വാങ്ങുക കേട്ടോ. വെറുതെ എടുത്ത് പെടാതിരിക്കുക, കാരണം പുതുതായിട്ട് ഇറങ്ങുന്ന ഒരു ഫോണാണ്. അപ്പോൾ ആ രീതിയിൽ മാത്രം കൺസിഡർ ചെയ്യാം കേട്ടോ. പിന്നെ ഓപ്പോയുടെ ഒരു ചാത്തൻ ഫോൺ വീണ്ടും അവർ ഇറക്കിയിട്ടുണ്ട്. ഓപ്പോയുടെ A5X എന്ന മോഡലാണ്. ഇത് 14,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഓഫ്ലൈൻ ഫോണാണ്. അപ്പം അങ്ങനെ ഇറക്കിയിട്ടുള്ളൂ. ഇതിൻ്റെ സ്പെക്ക് ആണെങ്കിൽ ഡിമെൻസിറ്റിയുടെ 6300 ചിപ്സെറ്റ് വരുന്നുണ്ട്. 6000 mAh ബാറ്ററി, 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ്, 32 MB പ്രൈമറി ക്യാമറ, 5 MB സെൽഫി ക്യാമറ വരുന്നുണ്ട്. പിന്നെ HD ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് വരുന്നത്. നേരത്തെ പറഞ്ഞ ഏസറിൻ്റെ ഫോണിൽ അടക്കം ഫുൾ HD ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഇവന്മാരിവിടെ HD ആയിട്ട് 10K വരുന്ന ആൾക്കാരെ പറ്റിക്കുക എന്നുള്ളത് ഒരു സംഭവം മാത്രമായിട്ടാട്ടോ ഈ ഒരു ഓപ്പോ ഇങ്ങനെ ഒരു ഫോണൊക്കെ ഇറക്കുന്നത്. വെറുതെ ആരും ഇതൊന്നും പോയി എടുക്കാതിരിക്കുക കേട്ടോ. അമ്മാതിരി ഊള ഫോണാണ്. ഇതിനും കാട്ടി ബെറ്റർ ഫോൺ വേറെ ഒരുപാടുണ്ട് കേട്ടോ. 14,000 രൂപക്ക് IQയുടെ C10X ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ എടുത്തോ. ഇതിലെന്തുവാ, ഇതിലൊന്നുമില്ല. വെറുതെ ഒരു 7,000 രൂപയുടെ ഫോണിൻ്റെ സ്പെക്കും വെച്ചുകൊണ്ട്, 7,000 അല്ല എന്നാലും ഒരു 8,000 രൂപയുടെ സ്പെക്കും വെച്ചുകൊണ്ട് ഇറക്കിക്കോളും 14,000 രൂപയ്ക്ക്. ഒരു കാര്യമില്ല. പിന്നെ സാംസങ്ങിൻ്റെ C Fold 7ഉം C Flip 7ഉം ഈ ഒരു വർഷമാണ് വരുന്നത്. അതിൽ വരുന്ന ചിപ്സെറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അതായത് C Flip 7ലാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ അല്ല, കഴിഞ്ഞ പ്രാവശ്യം 2 മോഡലും സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 3 ആയിരുന്നു ഉണ്ടായത്. പക്ഷേ ഇപ്രാവശ്യം C Flip 7ലാണെങ്കിൽ പുതിയ എക്സിനോസിൻ്റെ 2500 എന്ന ചിപ്സെറ്റായിട്ടാണ് വരുന്നത്. മറ്റേ ഏതാണ് ഫോൾഡിലാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 888 തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫ്ലിപ്പിലാണ് ഈ പറയുന്ന എക്സിനോസ് കൊടുത്തില്ല. ഈ ഫ്ലിപ്പിലും ഫോൾഡിലാണെങ്കിലും അപാരമായിട്ട് ഗെയിമിങ്ങോ ഒന്നും ആരും കളിക്കാനും വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് എക്സിനോസ് ഉണ്ടെങ്കിലും മറ്റേ ഉണ്ടെങ്കിലും എനിക്ക് ഇല്ല, നമ്മളെന്തായാലും വാങ്ങാൻ വേണ്ടി പോകുന്നില്ല. എന്നാലും അത് വലിയ ഇഷ്യൂ ഒന്നും ഇല്ലടേ. എക്സിനോസ് ആണെങ്കിലും ഹീറ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ കുഴപ്പമുള്ളൂ കേട്ടോ. അല്ലാത്ത രീതിയിൽ ഇത് വലിയ പെർഫോമൻസ് നമ്മൾ ഈ ഫ്ലിപ്പോ ഫോൾഡോ വെച്ചുകൊണ്ട് വലിയ ഗെയിമിങ്ങോ ഒന്നും കളിക്കാൻ വേണ്ടി പോകുന്നില്ല എന്തായാലും. അപ്പോൾ അതുകൊണ്ട് ഇതുണ്ടായാലും വലിയ കുഴപ്പമില്ല. എൻ്റെ ഒരു ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് വേറെ ഒപ്പീനിയൻ ആണെങ്കിൽ കമൻ്റായിട്ട് ഷെയർ ചെയ്യാം. വെറുതെ ചീത്ത വിളിക്കാനൊന്നും വരണ്ടായി. ഇവന് എങ്ങനെ പറയുന്നെന്ന് പറഞ്ഞിട്ട് വരെയൊന്നും വേണ്ട. കമൻറ്റ് പറയാം കേട്ടോ. നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കമൻ്റായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ മോട്ടോയുടെ മറ്റേ ഫ്ലിപ്പ് ഫോൺ ഉണ്ടല്ലോ, അതിൻ്റെ Razer 16 Ultraക്ക് 1,00,000 രൂപ കൊടുക്കണം. ഇപ്പോൾ അതിൻ്റെ ഒരു വില കുറഞ്ഞ മോഡലായിട്ടുള്ള Ryzen 16 എന്ന മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. 50,000 രൂപയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. 8GB 256GB ഒറ്റ വേരിയൻ്റ് മാത്രമേ വരുന്നുള്ളൂ. ഫ്ലിപ്കാർട്ടിലാണ് ഇന്നാണ് ആ ഒരു ഫോൺ ലോഞ്ച് ചെയ്തത്. അതിൻ്റെ സ്പെക്ക് ആണെങ്കിൽ കവർ ഡിസ്പ്ലേ വന്നിട്ട് 3.6 ഇഞ്ചിൻ്റെ ഒരു OLED ആയിട്ടുള്ള 90 Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. മെയിൻ ഡിസ്പ്ലേ ആണെങ്കിൽ 6.9 ഇഞ്ച് വരുന്ന 120 Hz ഒരു OLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 4500 mAh ബാറ്ററി ആണ് വരുന്നത്. ഡിമെൻസിറ്റിയുടെ 7400X എന്ന പ്രോസർ വരുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു ഫ്ലിപ്പ് ഫോണാണ്. ഒരു 50,000 രൂപക്കൊക്കെ നിങ്ങളൊരു ഫ്ലിപ്പ് ഫോണൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ്. പോവയുടെ എന്താ പേര് മാറിപ്പോയില്ല, പോവ എന്ന ബ്രാൻഡിൻ്റെ ഒരു പുതിയൊരു ഫോൺ കൂടെ വരുന്നുണ്ട്. 27-ാം തീയതിയാണ് ആ ഒരു ഫോൺ വരുന്നത്. പോവ കർവ് 5G എന്ന ഫോണാണ്. കർവായിട്ടുള്ള ഫോണാണ്. ഇതിൻ്റെ സ്പെക്കോ കാര്യങ്ങളൊന്നും അവർ ഇതുവരെയും അങ്ങനെ അധികം ഒന്നും അവർ റിവീൽ ചെയ്തിട്ടില്ല. ആകെ 5500 mAh ബാറ്ററി വരുന്നുണ്ട്. 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ഒരു ബഡ്ജറ്റ് ലെവലിൽ വരുന്നൊരു ഫോണാണ്. അപ്പോൾ അങ്ങനെ ഒരു പോവ എന്ന ബ്രാൻഡ് ഫോൺസൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് പറയാട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത്. എനിക്കറിയുന്ന ആരും അങ്ങനെ ഈ പറയുന്ന ബ്രാൻഡ് ഫോൺസ്, ഈവൻ ഇൻഫിനിക്സിൻ്റെ ഫോൺസ് പോലും അങ്ങനെ ആരും ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഞാൻ കാണാറില്ല. അപ്പോൾ പോവ എന്ന ബ്രാൻഡ് ഫോൺസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയാം കേട്ടോ. ഫോണിനെ പറ്റി എങ്ങനെ അറിയാത്തതുകൊണ്ടാട്ടോ ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായി ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും ടെക് ന്യൂസാണ് നമുക്ക് ഇന്ന് ഈ ഒരു മഴക്കാലത്ത് പറയാനുള്ളത്. നല്ല മഴയാണ്. പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ഇറങ്ങാം. അപ്പോൾ കറണ്ട് ഇല്ലാത്തത് കൊണ്ടും മഴയായതുകൊണ്ടും മാത്രമാണ് ഡെയിലി വീഡിയോസ് വരാത്തത്. എന്തായാലും ഞാൻ മാക്സിമം വിടാൻ നോക്കുന്നുണ്ട്. ഇന്ന് തന്നെ അത്യാവശ്യം വീഡിയോസൊക്കെ പെൻഡിങ് ഉള്ളതൊക്കെ ഷൂട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോസ് ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.